ലോകമൊക്കെ നമ്മുടെ ആളുകൾ പ്രചരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ പ്രവർത്തനത്തിന് അല്പം ചില മാറ്റങ്ങളോ രൂപവ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വന്നാൽ തന്നെയും വാസ്തവത്തിൽ ആ ബ്രദറൻ സഹോദര സംഘം അല്ലെങ്കിൽ സഹോദര സഭ എന്നുള്ള ആ പേരിന് വളരെ വലിയ സ്ഥാനമാണ് നമ്മൾ കൊടുത്തത്. പ്രകാരവും നമുക്ക് വാസ്തവത്തിൽ അംഗീകരിക്കുവാൻ കഴിയുന്ന ആ ക്രിസ്തീയ സഹോദരന്മാരുടെ സഭ എന്നുള്ള ആ പേര് വളരെ നല്ല ഒരു പേരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ പിതാക്കന്മാരുടെ ആരംഭിച്ചപ്പോഴും അതിനാൽ ആ നിലയിൽ തന്നെ ആ നിലയിൽ തുടർന്നു. ചിലരെ അല്പം ചില വ്യത്യാസത്തോടുകൂടെ സ്ഥലനാമത്തോടുകൂടെ ഒക്കെയാണ് പറഞ്ഞതെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ ഉള്ള ഒരു നാമം വാസ്തവത്തിൽ അങ്ങനെ ഒരു കൂട്ടം ആളുകളിലൂടെ ഉണ്ട് എന്നറിയത്തക്കവണ്ണം നമ്മുടെ സഭകൾ ഉണ്ടാകുവാനും ആ നിലയിൽ വർദ്ധിച്ചു വരുവാനും ഇടയായത് വളരെ സന്തോഷമാണ്. നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന സ്റ്റുവാർഡ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ സംഘടന അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഡയറക്ടറി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഡയറക്ടറിയുടെ പേര് എന്ന് പറയുന്നത് ബ്രദറൻ അസംബ്ലീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ ഡയറക്ടറി ഓഫ് ബ്രദറൻ അസംബ്ലീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന അതിന് 2000-ഓളം സഭകളുടെ പേരും സഭയും അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ കുറിച്ച് അവർക്ക് പറയുവാനോ പഠിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളിൽ നിന്ന് അറിയുന്നത് പോലെ വാസ്തവത്തിൽ കേരളത്തിൽ 600-ഓളം സഭകളും ആന്ധ്രയിൽ 1600-ഓളം സഭകളും ബാക്കി 2000 ചില്ലുവാൻ സഭകൾ ആകെ ഇന്ത്യയിൽ 4000-ഓളം സഭകൾ ഇപ്പോൾ നമ്മുടെ ബ്രദറൻ എന്നറിയപ്പെടുന്ന സഭകളുണ്ട്. അല്പം പേര് വ്യത്യാസമോ ചരിവോ ചായുവോ ഒക്കെ ഉണ്ടായി എന്ന് വന്നാലും വാസ്തവത്തിൽ നമ്മുടെ ഈ വിശ്വാസം അംഗീകരിക്കുന്നവരായ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഞാൻ നമ്മൾ ചിലരെ ഓർപ്പിക്കുകയും പറയുകയും ചെയ്തതുപോലെ നമ്മളെ ചില ആളുകൾ പെന്തിക്കോസുകാരുടെ ഒരു വിഭാഗമെന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരും പെന്തിക്കോസുകാരാണ് എന്ന് പറയാനൊക്കെ കാരണം നാം വാസ്തവത്തിൽ ഈ ബ്രദറൻ വിശ്വാസികളായ ആളുകൾ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് വാസ്തവത്തിൽ നാം ഒരു കൂട്ടം സഭയാണ് എന്ന് സഹകരിക്കുന്നവരും ബന്ധപ്പെടുന്നവരുമായ ഒരു കൂട്ടമാണ് എന്ന് അറിയിക്കത്തക്കവണ്ണം അതിനുവേണ്ടി ശ്രമിക്കാതെ ഓരോരുത്തർ അവരുടെ നിലയിലും സ്ഥലം സഭകൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ പോയി അത് വേണം. സ്ഥലം സഭകൾ സ്വതന്ത്രമാണ്. സ്ഥലം സഭകൾ സ്വതന്ത്രമായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ സഭ നമുക്ക് അറിയാം, ആ സഭകൾ തമ്മിലുള്ള വലിയ ഐക്യവും ബന്ധവും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. സഭ അതിനെക്കുറിച്ച് ഒന്നിപ്പോൾ നമുക്ക് അതിന് കൂടുതലൊന്നും ഉപദേശപരമായൊന്നും പറയാനായിട്ടും നിർവാഹമില്ലല്ലോ. സഭ എന്ന് പറഞ്ഞാൽ ആ വേദപുസ്തകത്തിൽ സഭയെക്കുറിച്ച് 2 നിലയിലൂടെ, ഒന്ന് സാർവത്രിക സഭ, മറ്റൊന്ന് പ്രാദേശിക സഭകൾ. സ്ഥലം സഭകൾ, പ്രാദേശിക സഭകൾ, സാർവത്രിക സഭ. സാർവത്രിക സഭ എന്ന് നാം വിശ്വസിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടവരായ സകല വിശ്വാസികളും അംഗങ്ങളായിരിക്കുന്ന സഭയാണ് സാർവത്രിക സഭ. അവർ വലിയൊരു ഭാഗം ഇന്ന് ഭൂമിയിലുണ്ട്, അനേകരെ ഇന്ന് സ്വർഗത്തിലുണ്ട്. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള രക്ഷിക്കപ്പെട്ടവരായ സകല ആളുകളും അടങ്ങിയതാണ് സാർവത്രിക സഭ. ഇവിടെ ഇരിക്കുന്നവരിൽ രക്ഷിക്കപ്പെടാത്ത ബ്രദറുകാരുണ്ടെങ്കിൽ അവർ ബ്രദർ സഭയിൽപ്പെട്ടവരെ അല്ല, ബ്രദറൻ കുടുംബത്തിൽപ്പെട്ടവരെന്ന് നമുക്ക് പറയാം. ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു പോയത് കൊണ്ട് പല കാര്യം ബോധ്യപ്പെടുത്തുമ്പോൾ ബ്രദറിന്റെ ജനിച്ചു പോയെന്ന് പറയാം. പക്ഷെ അവരാരും വാസ്തവത്തിൽ സാർവത്രിക സഭയുടെ അംഗങ്ങളല്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ചേർന്ന ഓരോ സ്ഥലം സഭകളും അങ്ങനെയുള്ള വിശ്വാസികളാണ് ലോക്കൽ അസംബ്ലീസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സഭകൾ നിശ്ചയമായിട്ടും ആ നിലയിൽ രക്ഷിക്കപ്പെട്ടവരായ ആളുകൾ കൂടി വരത്തക്കവണ്ണം അവരെ കുട്ടിയവരുമായിട്ട് ഒരുമിച്ച് കൂടുകയും ആരാധിക്കുകയും ചെയ്യുന്ന സഭകളാണ് ബ്രദറൻ സഭകൾ എന്ന് പറയുന്നവരാൽ ആരെങ്കിലും അറിയാതെ കള്ള അപ്പോസ്തലന്മാരെന്നോ കള്ള പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞവർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവർ വാസ്തവത്തിൽ ആ സഭയുടെ അംഗങ്ങളാണെന്ന് അഭിനയിക്കുന്നതല്ലാത്ത സഭയുടെ അംഗങ്ങളുമല്ല, സാർവത്രിക സഭയുടെ അംഗങ്ങളുമല്ല. ഇങ്ങനെ ഈ നിലയിലുള്ളതായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം അതാത് സ്ഥലത്ത് പ്രാദേശികമായി കൂടി വരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് ചില പ്രത്യേക ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളുമുണ്ട്. ആ കടപ്പാടുകളെ കുറിച്ച് വിശദീകരിക്കാനോ ഉപദേശപരമായോ വേദശാസ്ത്രപരമായോ ഒന്നും പറയാനുള്ള സമയമല്ല. ഇത് അവിടേക്ക് ഞാൻ കടക്കുകയുമില്ല. എങ്കിലും ഒരു വേദവാക്യം വായിച്ച് നമ്മുടെ സഭകളുടെ ഐക്യത്തിന്റെ ആവശ്യം മാത്രം ഞാൻ ഒന്ന് ഓർപ്പിച്ച് 4-5 മിനിറ്റ് കൊണ്ട് ഇത് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നാം ഉദ്ദേശിച്ചതിനേക്കാൾ സമയം വളരെ കടന്നുപോയല്ലോ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം തന്നെ ഞാൻ വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും
ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവമായിരിക്കുന്ന പിതാവും ഒരുവൻ തന്നെ. നമ്മുടെ ഐക്യതയുടെ ആവശ്യം എന്താണ് എന്ന് ഓർപ്പിക്കുന്ന ബ്രദറൻകാർ എന്നറിയപ്പെടുന്നവരുടെ ഐക്യതയുടെ ആവശ്യം എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ ചുരുക്കുന്നത്. അങ്ങനെയുള്ള ആവശ്യം എന്താണ് എന്ന് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. 7 കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ബ്രദറൻകാരായ നാം എല്ലാവരും ഒന്നാണ്. കർത്താവ് ഒരുവനാണ്, ശരീരം ഒന്നാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനമാണ്, സകലത്തിനും പിതാവായിരിക്കുന്ന ദൈവം ഒരുവനാണ്. ആ 7 കാര്യത്തിലും നാം എല്ലാവരും ഒന്നാണ്. ഏക ശരീരത്തിന്റെ അംഗങ്ങളാണ്. ക്രിസ്തു ശിരസായും അതുപോലെ തന്നെ ദൈവമക്കളെല്ലാവരും ഏക ശരീരത്തിന്റെ അംഗങ്ങളായി തീർന്നിരിക്കുന്ന ആളുകളുമാണ്. നാം എല്ലാവരും ഒന്ന് തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഐക്യത്തിന്റെ ആവശ്യം എന്താണെന്നാണ് ഇവിടെ താൻ സൂചിപ്പിക്കുന്നത്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നാം കടപ്പെട്ടവരാണ്. നമ്മുടെ സഭകൾ ആത്മീകമായി ഐക്യമായിരിക്കണം. സഭകൾക്ക് മീതെ ഭരണം ഉണ്ടാകുന്നതിലല്ല, ഏതെങ്കിലും ഒരു ബോർഡ് നമുക്ക് മീതെ ഉണ്ടാകുന്നതിലല്ല, ഏതെങ്കിലും ഒരു കമ്മിറ്റി നമുക്ക് മീതെ ഉണ്ടാകുന്നതിലല്ല. നേരെ മറിച്ച് നമുക്ക് ഏകത്വമുള്ളത് കൊണ്ട് ആ ആത്മീക ബന്ധവും ആത്മീക സഹകരണവും ആത്മീയമായ സഹായവും നമുക്ക് അന്യോന്യമുണ്ടായിരിക്കണം. സഭകൾക്ക് ആ നിലയിലുള്ള ബന്ധവും സ്നേഹവും ഉണ്ടായിരിക്കണം. ആ ആത്മീകമായ ബന്ധവും സ്നേഹവും പുലർത്തുവാൻ നാം എല്ലാ സഭകളും കടപ്പെട്ടവരാണ്. ഒരു സഭ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഞങ്ങൾ ഭരണ സ്വാതന്ത്ര്യമുള്ളവരാണ്, ആരും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പൊ കേട്ടോ, സഭയിൽ പ്രശ്നമോ വൈഷമ്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവദാസന്മാരെ, അടുത്തുള്ളവരെ അല്ലെ ദൂരെയുള്ളവരെ, ആത്മീയമായി ഉപദേശിക്കുന്നവരെ വിളിച്ചു വരുത്തുവാനും നമുക്ക് ആ കാര്യമൊക്കെ ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ചില സഭയിലെ അവന്മാർ വേണ്ട, ആരും ഒന്നും വേണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിഷേധിക്കുന്ന സ്വതന്ത്ര ചിന്തകന്മാരുണ്ട്. വാസ്തവത്തിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ പാലിക്കുന്നവരെയല്ല. മറ്റു സഹോദരന്മാരെ കാര്യം പറയാനോ കാര്യം നടത്താനോ കഴിവുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടിക്കാര്യങ്ങൾ തീരുമാനിക്കണം. ആത്മാവിന്റെ ഐക്യത സഭകൾ തമ്മിലുണ്ടായിരിക്കണം. സഭകൾ എന്ന് പറയുമ്പോൾ ഏക ശരീരത്തിന്റെ അംഗങ്ങളായ ഞാനും നിങ്ങളും അത് ഓരോ അംഗങ്ങളായിരിക്കുന്നത് പോലെ ഓരോ സ്ഥലം സഭയും സാർവത്രിക സഭയുടെ ഘടകങ്ങളാണ്. അത് നാം ഒരിക്കലും മറക്കരുത്. പുതുപ്പള്ളി സഭയും കോട്ടയം സഭയും കുമ്മനാട്ട് സഭയും മറ്റു സഭകളും എല്ലാം ആ സാർവത്രിക സഭയുടെ ഘടകങ്ങളാണ്. ഒരവയവത്തിന്റെ അംഗമായി ഞാനും നിങ്ങളും ഇരിക്കുന്നത് പോലെ തന്നെ ഈ സഭകൾക്ക് ഒരു വലിയ ബന്ധമുണ്ട്. സാർവത്രിക സഭയുടെ ഘടകങ്ങളാണ് നാം. അങ്ങനെ ആകുമ്പോൾ ആ ഘടകപരമായ ബന്ധം, ആ ശാരീരികമായ ബന്ധം, ആ അവയവപരമായ ബന്ധം നാം എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഐക്യമായി സ്നേഹത്തോടെ പരസ്പര ബന്ധത്തോടെ ആവശ്യങ്ങൾ വരുമ്പോൾ അയൽ സഭകളുമായി മറ്റ് സഭകളുമായി സഹകരിച്ചുകൊണ്ട് മറ്റു ദൈവമക്കളുമായി സഹകരിച്ചുകൊണ്ട് ആ ആത്മീക ബന്ധം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവമക്കൾ വളരെ കടപ്പാടാണ്. അങ്ങനെയുള്ള ബന്ധം പാലിക്കുവാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടമായിട്ട് നാം ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയുവാനും ഇടയാകും. ബ്രദറൻകാർ എന്ന